പുരോഹിതൻ പെന്തിക്കോസുകാരെ കളിയാക്കി പറഞ്ഞതാ. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുക, അദ്ദേഹം പറഞ്ഞു പെന്തിക്കോസുകാർ എന്താ പറഞ്ഞാലും ഉടനെ എന്തെടുത്തോണ്ട് വരും? ബൈബിളിലുണ്ടോ? ഇവന്മാർക്ക് ഈ പുസ്തകം കൊടുത്തതേ ഞങ്ങളാണ്. ആര് പറഞ്ഞു? അച്ഛൻ പറയും. ചിരിക്കാനല്ല, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഈ പുസ്തകം നമുക്ക് തന്നത് ഞങ്ങളുടെ സഭാപിതാക്കന്മാരെന്ന് അച്ഛൻ പറയുക. എന്നിട്ട് അദ്ദേഹം അതിന്റെ കാരണം കൂടെ പറഞ്ഞു, കേട്ടോ. അദ്ദേഹം പറഞ്ഞു, 1-ാം നൂറ്റാണ്ട് കാലം മുതൽ, അപ്പോസ്തലന്മാരുടെ കാലം മുതൽ ജനത്തിന്റെ ഇടയിൽ ഒരു ആശയക്കുഴപ്പം വന്നു. എന്താ ആശയക്കുഴപ്പം? ദൈവത്തിന്റെ അരുളപ്പാടിന് പുറമെ പരീശന്മാരുടെ കള്ള എഴുത്തുകളും ദുരുപദേശങ്ങളും മാനുഷിക ഉപദേശങ്ങളും എല്ലാം ഇതിന്റെ ഇടയിലോട്ട് കയറി. 1-ാം നൂറ്റാണ്ട് കാലം. അപ്പോ സഭാപിതാക്കന്മാർ ഒന്നിച്ചുകൂടി സുനഹദോസ് വിളിച്ചു. ഒന്നിച്ചുകൂടി, ചരിത്രമാ ഉള്ളതാ. അങ്ങനെ ഒന്നിച്ചു കൂടിയിട്ട് അവര് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിൽ ഈ മാനുഷിക ഉപദേശങ്ങളും ദുരുപദേശങ്ങളും കള്ള എഴുത്തുകളെല്ലാം എന്ത് ചെയ്യണം? തള്ളണം. എന്നിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് മാത്രം കൊള്ളണം. അങ്ങനെ അവർ സുനഹദോസ് കൂടി തള്ളേണ്ടതെല്ലാം തള്ളി, കൊള്ളേണ്ടതെല്ലാം കൊണ്ടു. അങ്ങനെ എഴുതി അവര് തെരഞ്ഞെടുത്ത് പ്രാർത്ഥിച്ച് തള്ളിക്കളയേണ്ടതെല്ലാം മാറ്റി കൊള്ളേണ്ടത് മാത്രം കൈക്കൊണ്ട് ഇങ്ങോട്ട് തന്ന പുസ്തകമാണ് ഇന്ന് പെന്തിക്കോസുകാർ ഈ കൊണ്ട് നടക്കുന്നതെന്ന്. അല്ലേ? സത്യമല്ലേ? ആന്ന്. പക്ഷെ അതിന്റെ കൂടെ ഞാൻ ഒരു വരിയും കൂടെ പറയാം. അങ്ങനാണെങ്കിൽ ആ അച്ഛൻ പറഞ്ഞതിൽ ഒരു കാര്യം സത്യമാണ്. ഇന്ന് ഈ പുസ്തകത്തിൽ തള്ളേണ്ടതൊന്നും ഇല്ല. തള്ളേണ്ടതൊക്കെ അവിടെ പിതാക്കന്മാർ അന്നേ തള്ളി. ഇന്ന് ഇതിൻ്റെ അകത്ത് ദൈവത്തിന്റെ അരുളപ്പാട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഇതെടുത്ത് നോക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതിൻ്റെ അകത്ത് ദൈവത്തിന്റെ അരുളപ്പാടുകളാണുള്ളത്, ദൈവത്തിന്റെ ആലോചനകളാണുള്ളത്. അതുകൊണ്ടാണ് എന്ത് പഠിപ്പിച്ചാലും ഈ പുസ്തകത്തിലുണ്ടോ എന്ന് നോക്കാൻ പറയുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് ഒരു അതിശയം കൂടെ അത് കേട്ടപ്പോൾ തൊട്ട് വന്നിട്ടുണ്ട്. അന്ന് സഭാപിതാക്കന്മാര് തള്ളേണ്ടതല്ല എന്ത് ചെയ്തു? തള്ളി. ദൈവത്തിന്റെ അരുളപ്പാട് മാത്രം എന്ത് ചെയ്തു? സ്വീകരിച്ചു. പക്ഷെ ഇന്ന് പള്ളിയിൽ നടക്കുന്ന പല പൂജകളും വഴിപാടുകളൊന്നും ഈ പുസ്തകത്തിൽ എന്തുകൊണ്ട് വരാതെ പോയി? അവരത് തള്ളി. മനസ്സിലാകുന്നവല്ലോ. അപ്പൊ കൊള്ളേണ്ടതേ ഇതിനകത്ത് ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മനുഷ്യൻ പറയുന്ന ഒന്നും നിങ്ങൾ കേൾക്കണ്ട. ദൈവത്തിന്റെ അരുളപ്പാട് ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ മതി.